ഇന്നാണ് രാഹുൽ ഗാന്ധി എത്തുക വയനാട്. ഇന്നലെയൊക്കെ പ്രക്ഷോഭമായിരുന്നു, ഇന്നലെ സമരം ഉണ്ടായിരുന്നു, MLA-മാരടക്കമുള്ളവർ സന്നിഹിതരായിരുന്നു. അങ്ങനെ വയനാട് മൊത്തത്തിൽ ഈ വന്യജീവി ആക്രമണത്തിന്റെ ഒരു ഭീതിയിലും അതിൻ്റെ തുടർന്നുള്ള സമരത്തിന്റെ ഒരു പ്രക്ഷുബ്ധ അവസ്ഥയിലും ഒക്കെ ഇരിക്കുന്ന സമയത്താണ് രാഹുൽ ഗാന്ധി ഇന്ന് എത്തുക. അദ്ദേഹം ഈ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെയും ജീവൻ പൊലിഞ്ഞവരുടെയും ഒക്കെ വീടുകൾ സന്ദർശിക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പരിപാടികൾ? മോത്തി, ഒരാഴ്ചക്കിടെ 2 മരണങ്ങൾ ഈ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്, അത്തരം അസാമാന്യമായ പ്രതിഷേധങ്ങൾ സാക്ഷ്യം വഹിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ന്യായ് യാത്രക്കിടെ, ഭാരത് ജോഡോ യാത്രക്കിടെ നിർത്തിവെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ വയനാട്ടിലേക്ക് എത്തുന്നത്. ആദ്യം തന്നെ പടമലയിലെ അജീഷിന്റെ വീട്ടിലാണ് എത്തുന്നത്. ഒരാഴ്ച മുൻപാണ് ഈ അജീഷിനെ ഈ മോഴയാന ചവിട്ടിക്കൊന്നത് ഒരു വീടിന്റെ പരിസരത്ത് വെച്ച്. ആ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ഇപ്പോഴും കേരളത്തെ ആകെ നടുക്കിയ ദൃശ്യങ്ങളായിരുന്നു. ആ വീട്ടിലേക്കാണ്, അജീഷിന്റെ വസതിയിലേക്കാണ് ആദ്യം എത്തുക. 7:45 കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 5:45 മട്ടന്നൂരിലെത്തുന്ന രാഹുൽ ഗാന്ധി 7:45 ആദ്യം പടമലയിലെ അജീഷിന്റെ വീട്ടിലെത്തും. അവിടെ നിന്നാണ് ഇന്നലെ മരിച്ച പോളിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അത് ഒരു 10 കിലോമീറ്റർ അകലെയാണ്, പാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. മാനന്തവാടി പുൽപ്പള്ളി റൂട്ടിലാണ്. അവിടേക്ക് പോകും. പിന്നീട് ഏകദേശം 1 മാസം മുമ്പ് കടുവയുടെ ആക്രമണത്തിൽ വാഗേരി മൂടക്കൊല്ലിയിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട്ടിലും സന്ദർശിക്കും. അങ്ങനെ ഈ 3 വസതിയിലും രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ അത്തരത്തിലൊരു പ്രതിഷേധങ്ങളായിരുന്നു സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ ഈ വനം വന്യജീവി വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ രൂക്ഷമായി തന്നെ പ്രതികരിക്കുന്ന ആളുകളെ കണ്ടു. പക്ഷെ ഒപ്പം UDF MLA-മാർ ഇവിടെ എത്തിയപ്പോൾ പോലും T സിദ്ദിഖും IC ബാലകൃഷ്ണനും എതിരെയുള്ള ഒരു പ്രതിഷേധങ്ങളും കണ്ടു. അങ്ങനെ ഈ ജനപ്രതിനിധികൾക്കെതിരെയും ഈ രാഷ്ട്രീയ ഭേദമന്യുള്ള ഒരു പ്രതിഷേധമാണെന്ന് തന്നെയാണ് നാട്ടുകാർ അവകാശപ്പെട്ടത്. അത് തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ടതും. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്തായാലും വയനാട് MP എവിടെ എന്നൊരു ചോദ്യം ഉൾപ്പെടെ ഇന്നലെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി അടിയന്തരമായി ഈ ഒരു വീടുകളിൽ എന്തായാലും സന്ദർശിക്കുന്നത്. ഈ 3 വീടുകളിലും അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി എത്തുമെന്നാണ്. 7:45 കൂടി അജീഷിന്റെ വീട്ടിലാണ് എന്തായാലും ആദ്യം എത്തുക. ശേഷം 10:30 കൽപ്പറ്റയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കൂടി പങ്കെടുത്ത ശേഷമായിരിക്കും വീണ്ടും ഭാരത് ജോഡോ യാത്രയ്ക്കൊപ്പം രാഹുൽ ഗാന്ധി ചേരുക. മോത്തി. ശരി അരുൺ, നമുക്ക് കമൽ തുടരുന്നുണ്ട്. കമൽ, അതായത് ഇന്ന് രാഹുൽ ഗാന്ധി അവിടുത്തെ MP ആണ്, MP ഇതുവരെ സന്ദർശിച്ചില്ല എന്നൊരു പരാതിയൊക്കെ തുടക്കം മൂലം ഉണ്ടല്ലോ. അപ്പൊ ആ സാഹചര്യത്തിൽ ഇന്ന് MP എത്തുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനൊക്കെ ഇവിടെ സാധ്യതയുണ്ടോ? മോത്തി, രാഹുൽ ഗാന്ധിക്കെതിരെ അത്തരമൊരു പ്രതിഷേധത്തിനൊന്നും സാധ്യതയില്ല. വനം വകുപ്പ് മന്ത്രി എത്താത്തതിലാണ് ഏറ്റവും രൂക്ഷമായ പ്രതിഷേധം നിലനിൽക്കുന്നത്. കാരണം മാനന്തവാടിയിൽ സംഘർഷമുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സംഘർഷമൊക്കെ മാറിയതിനു ശേഷം, അതൊക്കെ ഒന്ന് ആറിത്തണുത്തതിന് ശേഷം ഞാൻ വയനാട്ടിൽ പോകുമെന്നാണ്. അത് കഴിഞ്ഞപ്പോൾ ദിവസങ്ങളായി വീണ്ടും അടുത്ത കാട്ടാന ആക്രമണം ഉണ്ടായി, ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടു. എന്നിട്ടും മന്ത്രി ഇങ്ങോട്ട് വരുന്നില്ല. അദ്ദേഹം ജില്ലയുടെ ചാർജുള്ള മന്ത്രിയാണ്. അദ്ദേഹം ആഴ്ചയ്ക്കോ 2 ആഴ്ചയ്ക്കൊക്കെ ഇവിടെ അവലോകന യോഗങ്ങൾ ൊക്കെ വരാറുള്ളതാണ് മുൻപ്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടും ഏതാണ്ട് 10 ദിവസമായിട്ടും വനം മന്ത്രി വയനാട്ടിലേക്ക് എത്തിയിട്ടില്ല. അതിലാണ് പ്രതിഷേധം രൂക്ഷമായി നിലനിൽക്കുന്നത്. ശരി കമൽ.